ഇന്ന് ജൂലൈ 28. ഈ ആഴ്ച വരുന്ന OTT റിലീസ് അപ്ഡേറ്റുകളടക്കം പുതിയ OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തെ അപ്ഡേറ്റ് സുരഭില സുന്ദര സ്വപ്നം എന്നൊരു മലയാളം ഡ്രാമ ചിത്രം ആഗസ്റ്റ് 1 സൺ നെക്സ്റ്റിലൂടെ മലയാളത്തിൽ OTT റിലീസ് ആകുന്നതാണ്. നേരത്തെ TV റിലീസ് ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ മുകേഷ് ഒക്കെ ചേർന്ന് അഭിനയിച്ച കോമഡി മലയാളം ചിത്രമാണ് സൂപ്പർ സിന്ദഗി. ഈ സിനിമയും വരുന്ന ആഗസ്റ്റ് 1 മനോരമ മാക്സിലൂടെ മലയാളത്തിൽ OTT റിലീസ് ആകും. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇന്ന് മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. നിതിൻ നായകനായ തെലുങ്ക് ആക്ഷൻ ചിത്രമാണ് തമ്മുടു. ആവറേജ് ബിലോ ആവറേജ് അഭിപ്രായം നേടി വിജയിക്കാൻ സാധിക്കാതെ പോയ ഈ സിനിമ ആഗസ്റ്റ് 1 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യും. പുതിയൊരു സസ്പെൻസ് മിസ്റ്ററി ഡ്രാമ തെലുങ്ക് സീരീസാണ് അറേബ്യ കടലി. ഈ സീരീസ് അടുത്ത ആഴ്ച ആഗസ്റ്റ് 8 ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ് അടക്കം പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകുന്നതാണ്. മികച്ച അഭിപ്രായം നേടിയ ഹോളിവുഡ് പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ആക്ഷൻ അഡ്വഞ്ചർ കോമഡി സീരീസാണ് ട്വിസ്റ്റഡ് മെറ്റൽ. ഈ സീരീസിന്റെ പുതിയ രണ്ടാമത്തെ സീസന്റെ എല്ലാ എപ്പിസോഡുകളും ആഗസ്റ്റ് 1 സോണി ലിവിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ആകും. അടുത്തത് മൈ ഓക്സ്ഫോർഡ് ഇയർ എന്നൊരു റൊമാൻറ്റിക് കോമഡി അമേരിക്കൻ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ആഗസ്റ്റ് 1 തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ഡയറക്റ്റ് OTT റിലീസ് ആകുന്നതാണ്. പുതിയ ഹിന്ദി ഫാമിലി ഡ്രാമ കോമഡി സീരീസാണ് ബഗൈത്തി. സീരീസ് ആഗസ്റ്റ് 1 ZEE5ലൂടെ ഹിന്ദി, തമിഴ്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ആകും. 2020 ഇറങ്ങിയ റൊമാൻറ്റിക് കൊറിയൻ സീരീസാണ് ലോൺലി ഇനഫ് ടു ലവ്. സീരീസിന്റെ എല്ലാ 10 എപ്പിസോഡുകളും ഇന്ന് ആമസോൺ പ്രൈമിലും ആമസോൺ MS പ്ലെയറിലും കൊറിയൻ ഭാഷയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ കൂടി OTT റിലീസ് ആയിട്ടുണ്ട്. 28 ഇയേഴ്സ് ലേറ്റർ എന്ന മികച്ച അഭിപ്രായം നേടി വിജയിച്ച ഹോളിവുഡ് സോംബി ഹൊറർ ആക്ഷൻ ചിത്രം നാളെ ജൂലൈ 29 ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈം, ആപ്പിൾ TV പ്ലസിലൂടെ ഇന്ത്യക്ക് പുറത്ത് വിദേശത്ത് OTT റിലീസ് ആകും. ടോം ക്രൂയിസ് അഭിനയിച്ച മിഷൻ ഇമ്പോസിബിൾ സിനിമയുടെ 8ാമത്തെ ഭാഗമാണ് മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിംഗ്. മികച്ച അഭിപ്രായം നേടിയ ഈ അമേരിക്കൻ ആക്ഷൻ സ്പൈ സിനിമ ആഗസ്റ്റ് 19 ആമസോൺ പ്രൈമിലും കൂടുതൽ ഡിജിറ്റൽ സർവീസുകളിലും ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. റെഡ് സാൻഡൽ എന്നൊരു തെലുങ്ക് ചിത്രം ജൂലൈ 31 ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസാകും. ഈ വർഷം ഇറങ്ങിയ ഗാഡ് റിവെഞ്ച് ഫോർ ലവ് എന്ന തെലുങ്ക് ഹൊറർ ത്രില്ലർ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ആയിട്ടുണ്ട്. നേരത്തെ HD പതിപ്പ് അൺഒഫീഷ്യൽ ആയിട്ട് റിലീസ് ചെയ്ത ഷെയ്ത്താൻ സിനിമയുടെ സ്പിൻ ഓഫ് ആയിട്ട് വരുന്ന മിക്സഡ് പോസിറ്റീവ് അഭിപ്രായം നേടിയ കജോൾ അഭിനയിക്കുന്ന മാ എന്ന മിത്തോളജിക്കൽ ബോളിവുഡ് ഹൊറർ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ആഗസ്റ്റ് മാസം അവസാനത്തോടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്ന കാര്യം ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമ ആഗസ്റ്റ് 22 OTT റിലീസ് ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തത് ബോളിവുഡിലെ മികച്ച അഭിപ്രായം നേടി 350 കോടി കളക്ഷൻ കടന്ന് വിജയിച്ച റൊമാൻറ്റിക് ചിത്രമാണ് സയ്യാറ. നെറ്റ്ഫ്ലിക്സ് OTT അവകാശം സ്വന്തമാക്കിയ ഈ സിനിമ നിലവിൽ പുറത്തു വരുന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം സെപ്റ്റംബർ മാസത്തിന്റെ പകുതിയിലൊക്കെ ആയിട്ട് OTT റിലീസ് ആകുമെന്നാണ്. സെപ്റ്റംബർ 12 സിനിമയുടെ എക്സ്പെക്റ്റഡ് OTT റിലീസ് ഡേറ്റ്. കിരീട്ടി റെഡ്ഡി, ശ്രീലീല ഒക്കെ ചേർന്ന് അഭിനയിച്ച മോശമല്ലാത്ത അഭിപ്രായം നേടിയ ജൂനിയർ എന്ന ആക്ഷൻ റൊമാൻറ്റിക് ഫാമിലി തെലുങ്ക് ചിത്രം ആമസോൺ പ്രൈമിലൂടെ ആഗസ്റ്റ് മാസം 2ാമത്തെയോ 3ാമത്തെയോ ആഴ്ച OTT റിലീസ് ആകും. ആഗസ്റ്റ് മാസം 15 സിനിമയുടെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്. തെലുങ്ക് ഭാഷയ്ക്ക് പുറമെ മലയാളം, തമിഴ്, കന്നഡ ഭാഷകളിലും കൂടെ സിനിമ OTT റിലീസ് ചെയ്തേക്കുമെന്ന് കൂടെ അൺഒഫീഷ്യൽ റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലേക്ക് എത്തിയ ഫഹദ് ഫാസിൽ വടിവേലു കോംബോ തമിഴ് ചിത്രമാണ് മാരീശൻ. എബോവ് ആവറേജ് ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായം നേടിയ ഈ കോമഡി സസ്പെൻസ് ത്രില്ലർ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ആഗസ്റ്റ് മാസം അവസാനത്തോടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ആകുന്നതാണ്. ആഗസ്റ്റ് 22 സിനിമയുടെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്. അടുത്തത് സുരേഷ് ഗോപി നായകനായ മിക്സഡ് അഭിപ്രായം നേടിയ ലീഗൽ കോർട്ട് റൂം ഡ്രാമ മലയാളം ചിത്രമാണ് JSK. സിനിമ ZEE5ലൂടെ ആഗസ്റ്റ് മാസം 15 അല്ലെങ്കിൽ ആഗസ്റ്റ് 2ാം പകുതിയിലോ ആയിട്ട് OTT റിലീസ് ആകുമെന്നാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം. കഴിഞ്ഞ വർഷം ഇറങ്ങിയ കോമഡി മലയാളം ചിത്രമാണ് പെരുമാനി. ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പോസ്റ്റർ സൈന പ്ലേക്ക് പുറമെ ആമസോൺ പ്രൈമിലും കൂടെ വന്നിട്ടുണ്ട്. ഈ വരുന്ന ആഗസ്റ്റ് മാസത്തോടു കൂടി തന്നെ സിനിമയുടെ OTT റിലീസ് ഉണ്ടായേക്കുന്നതാണ്.